മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫബ്രീസിയോ റൊമാനോയുടെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അലക്സാണ്ടർ ആർണോൾഡ് റയലിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. റയലും അർണോൾഡുമായിട്ട് ഇനീഷ്യൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ജൂൺ 25 ഒഫീഷ്യലായിട്ട് പുള്ളിയുടെ കോൺട്രാക്ട് ലിവർപൂളുമായിട്ട് തീരും. പുതിയ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ന്യൂസ് ഒന്നും ഇപ്പൊ ലിവർപൂൾ ക്യാമ്പിൽ നിന്ന് വരുന്നില്ല. എനിക്ക് തോന്നുന്നു പുള്ളി റയലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ കോൺട്രാക്ട് പൈസയൊന്നും ലിവർപൂളിന് കൊടുക്കണ്ട, അതുകൊണ്ട് തന്നെ ഒരു കിഡിലും സാലറി തന്നെ ചിലപ്പോ അലക്സാണ്ടർ ആർണോൾഡിന് റയൽ ഓഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കിട്ടുന്ന പൈസയുടെ ഡബിളോ അതിലധികമോ ഓഫർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഒഫെൻസീവ്ലി അർണോൾഡിന്റെ ക്വാളിറ്റിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഡിഫെൻസീവ്ലി റയലില് പുള്ളിക്ക് കവർ കൊടുക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് പുഷപ്പ് ചെയ്തുകൊണ്ട് റയലിന്റെ അറ്റാക്കിനെ സഹായിക്കുന്ന ഒരു പെയറായിട്ട് അർണോൾഡിന് മാറാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ട സിറ്റുവേഷൻ തന്നെയാണ്. മറ്റൊരു ന്യൂസും കൂടെ റയലിന്റെ സൈഡിൽ നിന്ന് ഇപ്പോ മാഡ്രിഡ് മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുബിമണ്ടി ലിവർപൂളിലേക്ക് പോകും എന്നുള്ള ന്യൂസൊക്കെ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ റയല് സുബിമണ്ടിയുടെ മുകളിൽ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. 60 മില്യൺ കൊടുത്തിട്ട് സുബിമണ്ടിയെ ചിലപ്പോൾ വാങ്ങിക്കും എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ചാനൽസ് ആയ ഫബ്രീസിയോ റൊമാനോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഇപ്പോ മോഡ്രിച്ച് ഈ സീസൺ കൂടി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള മിഡ്ഫീൽഡേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് മിഡ്ഫീൽഡർ കൂടി കൊണ്ടുവരേണ്ടത് റയലിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. സുബിമണ്ടിയെ ആ റോളിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ട സിറ്റുവേഷൻ തന്നെയാണ്. മറ്റൊരു ന്യൂസ് വരുന്നത് നമ്മുടെ സാൻജോയുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചെൽസി സാൻജോയെ പെർമനന്റ് ആയിട്ട് വാങ്ങിക്കുമോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം പല ക്യാമ്പിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അഥവാ വാങ്ങിച്ചില്ലെങ്കിൽ 5 മില്യന്റെ ഒരു പെനാൽറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൊടുക്കേണ്ടി വരും. 25 മില്യന്റെ ഒരു പ്രൈസ് ടാഗ് ആണ് പുള്ളിയുടെ ട്രാൻസ്ഫറിനായിട്ട് യുണൈറ്റഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ചെൽസിയുടെ സൈഡിൽ നിന്നാണ് ഇപ്പൊ ഡിസിഷൻ വേണ്ടത്. അപ്പൊ ചിലപ്പോ സാൻജോയെ തിരിച്ചയക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ കൂടുതൽ. എന്തായാലും പുള്ളി തിരിച്ച് ഡോർമണ്ടിലേക്ക് പോകണം എന്നുള്ള ഒരു റൂമർ ചില സൈഡിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം യുണൈറ്റഡിലേക്ക് പോകാൻ പുള്ളിക്ക് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അമോറിം വന്നതിന് ശേഷം ലെഫ്റ്റ് വിങ്ങില് സാൻജോനെ പോലത്തെ ഒരു പ്രോസ്പെക്റ്റുള്ള പ്ലെയറിനെ പരീക്ഷിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോ പല പ്ലെയേഴ്സും ഈ സീസണിൽ യുണൈറ്റഡ് വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ സമയത്ത് സാൻജോയെ തിരിച്ചു കൊണ്ടുവന്ന് മറ്റൊരു പരീക്ഷണത്തിന് അമോറിം തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പുള്ളിയെ വിറ്റാലും ഒരു 25 മില്യൺ ഒക്കെ ഇപ്പൊ കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു 100 മില്യൺ അടുത്ത് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷേ ഇമ്പാക്റ്റും ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു ഡീൽ തന്നെയാണ്. ചിലപ്പോ പുള്ളിയെ ഡോർമണ്ടിലേക്ക് അയച്ചാലും അതിൽ അതിശയോക്തിയൊന്നും കാണില്ല. അപ്പോ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ടോട്ടനാമിന്റെ സൈഡിൽ നിന്നാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കെയിന്റെ സിറ്റുവേഷൻ കണ്ടു, അതിനു മുമ്പ് മോഡ്രിച്ച് പോയി, ഇപ്പൊ കെയിൽ വാക്കർ സിറ്റിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ബെയിൽ റയലിലേക്ക് പോയതും ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോ റൊമേറോ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ന്യൂസാണ് പല റൂമറിനും നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ഡിഫൻസിൽ സോളിഡായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പൊ പുള്ളി വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും സ്റ്റെബിലിറ്റി ആ ഡിഫൻസിന് വന്നിട്ടുള്ളത്. ഇപ്പോ വെർട്ടോഗനും അല്ലെങ്കിൽ ടോബിയൊക്കെ ഉള്ള സമയത്തുള്ള ആ ഡിഫൻസ് പോയതിനു ശേഷം റൊമേറോയാണ് കുറച്ചുകൂടി ഇമ്പാക്ട് ആ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ നല്ല പൈസ കിട്ടിയാൽ പുള്ളിയെ വിറ്റ് അത് എൻകാഷ് ചെയ്യുന്ന രീതിയാണ് ക്ലബിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റൊമേറോക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അർജന്റീന അല്ലെങ്കിൽ സ്പേഴ്സിന് വേണ്ടി കളിക്കുന്ന ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടി ആയിട്ടുള്ള റൊമേറോ ഈ സമ്മറിൽ പോയാലും എനിക്ക് അതിശയോക്തിയൊന്നുമില്ല. കാരണം ഡാനിയൽ ലീവി അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. മാക്സിമം പൈസ അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പുള്ളി ശ്രമിക്കുകയും ചെയ്യും. എന്തായാലും ഇത് റൊമേറോയുടെ സൈഡിലാണ് ഇപ്പോ ബോൾ ഇരിക്കുന്നത്. കാരണം
കോൺട്രാക്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഇനിയും സമയം ബാക്കിയുണ്ട്. ഇപ്പോൾ ഒരു 60-70 മില്യൺ ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാനിയൽ ലീവി റൊമേറോയെ സെല്ല് ചെയ്താലും അതിൽ അതിശയോക്തിയൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.